ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊരു ബോർവെൽ മോട്ടോർ ഒന്ന് മാറ്റി സ്ഥാപിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന മോട്ടർ ഏകദേശം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബുഷ് അടിക്കൽ വൈൻഡിങ് ഒക്കെ കൂടിയായിട്ട് നല്ലൊരു സംഖ്യ ചിലവാകും. പിന്നെ ഒരു 15 വർഷമായതാണ്. ഇത് ടെക്സ്മോ എന്ന് പറഞ്ഞിട്ടൊരു പമ്പാണ്. ഏകദേശം 20 സ്റ്റേജ്, 125-26 മീറ്റർ ഹെഡാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 120 മീറ്റർ നമുക്ക് ഇറങ്ങാനുണ്ട്. അതായത് ഡെപ്ത്ത് ബോർവെല്ലിൻ്റെത് 120 മീറ്റർ ഉണ്ട്. പിന്നൊരു 12 മീറ്റർ ഏകദേശം ഹെഡും ഉണ്ട്. വെർട്ടിക്കൽ ഹെഡല്ല, അതായത് ഒരു 45 ഡിഗ്രിയിൽ ഒരു ഹെഡും ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ 1.25 ഡെലിവറി പൈപ്പ് നേരത്തെ ഇട്ടിരുന്നത്. അതേമാതിരി തന്നെ 4 സ്ക്വയർ mm കേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സബ്മർസിബിളിൻ്റെ കേബിൾ 4 സ്ക്വയർ mm. അപ്പോൾ നമ്മളിത് ഊരിയെടുത്ത് ഏകദേശം ഒരു നല്ലൊരു ലെങ്ത്ത് ഒരു 2 മടക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിനി പുതിയ മോട്ടർ ഡെക്കാൻ്റെ എക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലിലുള്ള ഒരു പമ്പാണ് ഇനി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെയർ മൊബൈൽ വാഹനം. അപ്പോൾ നമ്മളത് എല്ലാവിധ സാധന സാമഗ്രികളും ഉള്ളതുകൊണ്ട് വണ്ടി തുറന്നിട്ടിട്ട് സ്പോട്ടിൽ എല്ലാ വർക്കുകളും ചെയ്യലാണ്. അപ്പോൾ ഒന്നും ഓടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം സ്പെയറൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. പിന്നെ പമ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഒക്കെ മേടിച്ച് ഏകദേശം ഇനിയിപ്പോൾ സാധനം ഇതും 20 സ്റ്റേജാണ് കേട്ടോ. എക്കിൽ വരുന്നൊരു 20 സ്റ്റേജ് 136 മീറ്റർ ഹെഡ് വരുന്ന ഒരു ഓയിൽ കൂൾഡ് പമ്പാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഓയിൽ കൂൾഡ് വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ലോ ആംബിയർ ആയിരിക്കും. ഏകദേശം ഒരു 8-9 അതിൻ്റെ മേലേക്ക് ആംബിയർ പോവില്ല. അതല്ലെങ്കിൽ ഈ 1.5 HP വരുമ്പോൾ ഈ പമ്പ് ഒരു 13 ആംബിയറൊക്കെ എടുക്കും. ലോ വോൾട്ടേജൊക്കെ ആണെങ്കിൽ അതിൽ കൂടാനാണ് ചാൻസ്. അപ്പോൾ ഓയിൽ കൂൾഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആ നെട്ടും ബോൾട്ടും ഒന്ന് SS-ൻ്റെ നെട്ടും ബോൾട്ടും ടൈറ്റാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇവിടെ കളർ കോഡ് ഒരു വിഷയമാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കളർ കോഡ് ഇതിൽ വരുന്നത് പ്രത്യേകിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ പമ്പിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ്, ബ്ലൂ ആണ്. അതുമാതിരി ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ്. ആ മുകളിലേക്ക് നോക്കിയാൽ യെല്ലോ ഗ്രേ ആണ്, പിന്നെ ബ്ലൂ ബ്ലാക്കാണ്. അപ്പോൾ അത് മാറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് ട്രെയിൽ ആദ്യം അടിച്ചതിന് ശേഷം ഇൻസുലേഷനൊക്കെ ചുറ്റിയാൽ മതി കേട്ടോ. 1.25 നമ്മളെ പൈപ്പ് വരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് കൂടും. നമ്മളിത് പലരും 1 ഇഞ്ചാണ് ആക്കൽ. അത് ചിലപ്പം പൈസേൻ്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ടാണ് ചെയ്യൽ. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ ലാഭമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ 1.25 സെക്ഷൻ ഡെലിവറി 1.25 ഉണ്ടെങ്കിൽ ആ 1.25 തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടും, ഡിസ്ചാർജ് കൂടുതൽ കിട്ടും. കുറഞ്ഞ സമയത്ത് റൺ ചെയ്യിപ്പിച്ചാൽ മതി. ലോ വോൾട്ടേജ് ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓയിൽ കോൾഡൊക്കെ എടുക്കുക. അത്യാവശ്യം പിന്നെ നല്ല പെർഫോമൻസും കിട്ടും. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ കൂടി അടിച്ച് വന്നതാണ്. അത്യാവശ്യം പമ്പ് നല്ല പെർഫോമൻസാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇറക്കണം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചിട്ട്, അതായത് പൈപ്പിന് എവിടെയും പൊട്ടുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേമാതിരി പഴയ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് പൊട്ടും ഇതൊന്നുമില്ല. ഫുൾ പൈപ്പൊക്കെ ചെക്ക് ചെയ്ത് വെള്ളം ഫസ്റ്റ് ടൈമിൽ വരാനുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം സക്സസ് ആണ് നമ്മളെ പരിപാടികൾ. അപ്പോൾ ഇനി നമ്മൾ ഫുൾ ലെങ്ത് ഇറക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് നോക്കിയിട്ട് പാനൽ ബോർഡൊക്കെ ഒന്ന് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു പാനൽ ബോർഡാണ് കേട്ടോ. അത്യാവശ്യം റണ്ണിങ്ങും ആംബിയറും വോൾട്ടേജും കാണിക്കുന്ന ഒരു പാനൽ ബോർഡാണ് ഇതിനുള്ളത്. അപ്പോൾ ആ പാനൽ ബോർഡ്, നിലവിലുള്ള പാനൽ ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ പാനൽ ബോർഡും, പിന്നെ അതൊരു ഓട്ടോമാറ്റിക് കൺട്രോളുണ്ട്. അതായത് ഒരു സിനിക്കോൻ്റെ ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സ്വിച്ചും ഉണ്ട്. അപ്പോൾ ആ സ്വിച്ചും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പഴയതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ സ്വിച്ചും കൂടി നമ്മൾ ഇതിലേക്ക് നിങ്ങളെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇതാണിപ്പോൾ നമ്മളെ പാനൽ ബോർഡ്. 8.5 ആംബിയർ, 230 വോൾട്ട്, പിന്നെ നമ്മൾ സിനിക്കോൻ്റെ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ചും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ബോർവെല്ലിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.